ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആര്യ തമരപ്പള്ളീസ് വ്ളോഗ്. ഓക്കെ, അപ്പോൾ കുറേ ഡേയ്സായി ഇപ്പോൾ വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എടുത്തേ പറ്റൂ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകണമെന്ന് എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയാറുണ്ട് ഓൾറെഡി. അപ്പോൾ അവിടുത്തെ ഓണം സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അപ്ലോഡ് ചെയ്തെങ്കിൽ ഇത് സക്സസ് ആയി, വലിയ കുഴപ്പമില്ലാത്ത വ്ളോഗ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ന്യൂ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സെറ്റ് മുണ്ടാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ അത് റെഡി ആവണം. ഓക്കെ, സോ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി, വെളുപ്പിനെ പോയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആവണം. അപ്പോൾ ഞാൻ ഫേസിൽ വേറെ ഒന്നും ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല. അമ്പലത്തിൽ പോയപ്പോൾ സൺസ്ക്രീം അപ്ലൈ ചെയ്തിട്ട് പോയതാണ്, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഫേസ് ജസ്റ്റ് ഒന്ന് സെറ്റാക്കണം, സെറ്റ് മുണ്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഐഫോൺ ഇങ്ങനെ ചാർജിന് ഇട്ടേക്കാണ് കേട്ടോ. അതാണ് ഞാൻ ഈ വള്ളിയോട് കൂടി വർത്താനം പറയണത്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അവിടെ പോയാൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ചാർജ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഓണപ്പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് മുണ്ടാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ സെറ്റ് സാധാ സാരിയും ഒന്നും എനിക്ക് കംഫർട്ടല്ല. അപ്പോൾ എനിക്കത് ഉടുക്കാനും അത്രയും ഇങ്ങോട്ട് അറിയില്ല. സെറ്റ് മുണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഏകദേശം ഇപ്പോൾ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫേസ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൺസ്ക്രീം ആദ്യം തന്നെ അപ്ലൈ ചെയ്തായിരുന്നു. അതിന് ശേഷം ഒരു കോമ്പാക്റ്റ് ലാക്മേയുടെ ഇട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ ഐ ഷാഡോ ഇടുകയാണ് കേട്ടോ. ഐ ഷാഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ. കാരണം എനിക്ക് കണ്ണിൻ്റെ മുകളിൽ കുറച്ച് റെഡ് ഇഷ്ടമാണ് കേട്ടോ. ഡെയിലി ഒന്നും ഇടില്ല, ഇങ്ങനെ നല്ല ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇടും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നലെ ത്രെഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബ്രൗൺ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എനിക്കതും പുരികം നന്നായിട്ട് ത്രെഡ് ചെയ്ത പോലെ എനിക്ക് പ്രാവശ്യം തോന്നി. പുതിയൊരു ചേച്ചിയെ ത്രെഡ് ചെയ്തെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതിനുശേഷം നമ്മുടെ മെയിൻ താരമായ കണ്ണെഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ മെയിൻ താരമായ കാജൽ, ഐക്കോണിക് ലാക്മേ കാജൽ കൊണ്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്. അങ്ങോട്ട് നീട്ടി വാലൊക്കെ ഇട്ട് അങ്ങോട്ട് എഴുതുകയാണ് ഗൈസ്. അതിനുശേഷം ഞാൻ ഒരു ന്യൂഡും റെഡും കൂടി ഒരു മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും ഇട്ടു. പിന്നെ അതിനുശേഷം ഒരു പൊട്ടും തട്ടു. അതിനുശേഷം ഞാൻ ഇതാണിപ്പോൾ ജസ്റ്റ് മുഖത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വള, കമ്മൽ, മാല അതൊക്കെ ഇടണം. അപ്പോൾ ഇതാണ് മാല. അപ്പോൾ ഇത് ചോക്കറാണ്, ഒരു സിമ്പിൾ ചോക്കറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കമ്മൽ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ഹെവി തോന്നി. അപ്പോൾ ഞാൻ ഇത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഈ കമ്മലാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കണേ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വള ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 വള കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ സിന്ദൂരം തൊട്ടിട്ടുണ്ട്. എനിക്കിതാ സെറ്റ് കൊണ്ടിൻ്റെ ഒപ്പം എനിക്ക് സിന്ദൂരം തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ലുക്ക് എനിക്കത് ഇഷ്ടമാണ്. അതിന് ശേഷം ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് മുടി കെട്ടണം. ജസ്റ്റ് മുല്ലപ്പൂ വെച്ച് കുളിമയുടെ മെടേനേ ഉള്ളൂ. എന്നിട്ട് ഒരു കറുത്ത കുറിയും കൂടിയും തൊടണം, എന്നാലേ എൻ്റെ ഫൈനൽ ലുക്ക് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വലിയ കുഴപ്പമില്ലാണ്ട് ഒരുങ്ങിയിട്ടുണ്ട് അല്ലേ. എനിക്കിഷ്ടമായി, എന്നെ കാണാൻ എനിക്കിഷ്ടമായി. സെൽഫ് ലവ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇട്ട പൂക്കളാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് കഷ്ടപ്പെട്ടിട്ട പൂക്കളാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓട്ടോയിലാണ് പോണേ, നല്ല വെയിലാണ് ഗൈസ്. സോ ഫൈനലി ജിമ്മിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ആലപ്പുഴ അമ്പലപ്പുഴ ഉള്ള നവരാക്കലിലുള്ള DNA ഫിറ്റ്നസ് എന്ന ജിമ്മാണ്. അവിടെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോച്ചിൻ്റെ നെയിം അനീഷ് എന്നാണ് കേട്ടോ. അനീഷേട്ടനാണ് നമ്മുടെ കോച്ച്. അപ്പോൾ ചേച്ചിയുണ്ട്, അനീഷേൻ്റെ വൈഫും ഉണ്ട്. ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തകൃതിയായിട്ട് അത്തപ്പൂക്കളം ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ചേച്ചി പൂക്കളം നമുക്ക് വേണ്ടി കൊടുന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂക്കൾ, വെള്ള, റെഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പൂക്കളിടാനൊക്കെ പറ്റി. ഞങ്ങളിത് വർത്താനൊക്കെ പറഞ്ഞ് ഇനിയും കുറേ ആൾക്കാരുണ്ട്. ഇത് ലേഡീസ് ടൈമാണ് കേട്ടോ. ലേഡീസ് ഓണം സെലിബ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ മിക്സ്ഡ് ആയിരുന്നു. ഇപ്രാവശ്യം അധികം നമുക്ക് അത്ര ആഘോഷമില്ലാത്തതുകൊണ്ട് ലേഡീസ് ഓണം സെലിബ്രേഷൻ മാത്രമാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലേഡീസിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇന്നുള്ളത്. അപ്പം നല്ല ചൂടുണ്ട് അവിടെ, നല്ല പുഴുക്കാണ്, ഭയങ്കര വെയിലുമായിരുന്നു ഒന്ന്. എന്നാലും നമുക്ക് പരിപാടി സൂപ്പറാക്കണം. അപ്പോൾ അതുകൊണ്ട് അത്തപ്പൂക്കളിടാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ഇട്ടുകൊണ്ട്, പക്ഷേ അത് വിചാരിച്ച അത്ര ഇങ്ങോട്ട് സമയം എടുത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിട്ടപ്പോൾ കുറേ ടൈം എടുത്തു കേട്ടോ. പക്ഷേ ഇതെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇടാനും പറ്റി. അപ്പോൾ അതിൽ ഒരു കുട്ടിയാണ് വരച്ചത്.
ദേവിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈനൊക്കെ ആ കുട്ടി തന്നെയാണ് ഒക്കെ ചെയ്തത്. അപ്പം നമ്മൾ പൂക്കളിടുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇരുന്നപ്പോൾ എൻ്റെ കാലൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനൊന്ന് എണീറ്റ് ഞാൻ ജസ്റ്റ് അവരെടുക്കണ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ തകൃതിയായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാല് കഴിച്ചുകൊണ്ടാണ് ഞാൻ എണീറ്റത് കേട്ടോ. അപ്പോൾ ഇനിയും ഇടാനുണ്ട്, കുറച്ചും കൂടി ഇടാനുണ്ട്. നമ്മൾ ആദ്യം ഒക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു കുഞ്ഞിയെ കുട്ടിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പട്ടുപാവടയൊക്കെ ഇട്ട് മോളപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഷീന്. അവൾക്കെല്ലാം അറിയാം. ഇപ്പോൾ നമ്മുടെയൊക്കെ കണ്ട് പിള്ളേർക്കൊക്കെ നല്ല പോലെ ജിമ്മൊക്കെ ചെയ്യാൻ അറിയാം കേട്ടോ. ഇപ്പോഴേ വർക്കൗട്ടൊക്കെ എല്ലാവരും തുടങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ഫിറ്റ്നസ് ആയിട്ടിരിക്കും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ അത് ആ പൂക്കൾ ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ലുക്ക് കാണണ്ടേ ഗൈസ്? ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് പൂക്കളിട്ടത്. ഇനി അവിടെ ചുറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, വിളക്ക് കൊളുത്തണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും എത്തിത്തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് പൂക്കളൊന്ന് ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഇതാ ചുറ്റൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ക്രെഡിറ്റ് ഗോസ് ടു ദേവിക. അവൾ നന്നായിട്ട് ഡിസൈൻ വരച്ചുകൊണ്ടാണ് നമുക്ക് ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ വിളക്ക് കൊളുത്തിനേക്കാൾ മുന്നേ നമ്മുടെ ഒരു ഹാപ്പി ഓണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വിളക്ക് കൊളുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വിളക്ക് കൊളുത്തുകയാണ്. അപ്പോൾ ഇത് വചന എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിന് ശേഷം ഇനി ശ്യാമലി ചേച്ചീനെ വിളിക്കുകയാണ് വിളക്ക് കൊളുത്താനായിട്ട്. ശ്യാമലി എന്ന് പറയുന്നതാണ് നമ്മുടെ ലേഡീസ് ട്രെയിനർ കേട്ടോ, ലേഡീസിൻ്റെ ട്രെയിനറാണ്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഓവറായിട്ട് കുനിയാനും പണി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങളാണ് ഇന്ന് കളറാക്കി കൊടുക്കണേ. ഞങ്ങൾ സ്റ്റുഡൻസാണ് സൂപ്പറാക്കി കൊടുക്കണേ. അപ്പോൾ ഇതാ വിളക്കൊക്കെ കൊളുത്തുകയാണ്. അപ്പോൾ ശ്യാമലി ചേച്ചി കൊളുത്തിയതിന് ശേഷം നമ്മുടെ രാജി ചേച്ചി കൊളുത്തുകയാണ് വിളക്ക്. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊളുത്തുകയാണ്. എന്തായാലും വിളക്ക് നമ്മളങ്ങനെയാണല്ലോ എല്ലാ കാര്യവും തുടങ്ങേണ്ടത്. ഇനി നമുക്ക് പ്രോഗ്രാംസ് വരുന്നുണ്ട് കുറേ കേട്ടോ. തിരുവാതിരയുണ്ട്, പാട്ടുകളുണ്ട്, സ്പൂൺ റേസ് പ്ലാൻ ചെയ്തിരുന്നു, അതുണ്ടാവുമെന്ന് അറിയില്ല. അതുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ കസേരക്കളി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാട്ടുകളാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ചേച്ചി ഇതാ ഓരോന്നൊക്കെ മറ്റേ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. സെറ്റ്
ഇതൊക്കെ കറക്റ്റ്. ഓക്കെ, ആ മതി മതി. ഓ അടിപൊളി, ഇത്രയും കറക്റ്റ്. നന്നായിട്ട് കാണും കണ്ടോ, സന്തോഷമായി. റോസ് ബ്ലൗസ്, റോസ് ബ്ലൗസ്. ഞാൻ മറന്നു. ക്രിബ് ക്രിബ് ക്ര
സപ്ലൈ ചെയ്ത പൊട്ട് സപ്ലൈ ചെയ്ത് പൊട്ട് സപ്ലൈ കറക്ക 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 ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് കസേരക്കളിയാണ് കേട്ടോ. ഓണത്തിൻ്റെ മെയിൻ ഒരു കളിയാണ് ഈ കസേരക്കളി. അപ്പോൾ അതാ കുറേ പേരുണ്ട്, നമുക്ക് എല്ലാവരും കൂടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേര് കൂടിയിട്ടാണ് കസേരക്കളി കളിക്കുന്നത് കേട്ടോ. അപ്പോൾ കസേരക്കളിയും സൂപ്പറായിരുന്നു. ഓരോരുത്തരും ഓരോ റൗണ്ടിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾക്കറിയാലോ കസേരക്കളി എങ്ങനെയാണെന്ന്. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ നല്ലപോലെ എൻകറേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കസേരക്കളിയൊക്കെ. നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെല്ലാ ഗെയിംസും കളിച്ചത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ്. എന്താണത്? സദ്യ കഴിക്കുക. അതാണ് ഏറ്റവും മെയിൻ പരിപാടി അല്ലേ. അപ്പോൾ അത് ആ സദ്യയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് സദ്യയൊക്കെ വിളമ്പാൻ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പേര് ഇരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സെറ്റ് ഓരോ സെറ്റ്സായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ പായൊക്കെ വിരിച്ചിട്ട് ഇവിടെ നിലത്ത് തന്നെയാണ് സദ്യ കഴിക്കേണ്ടത്. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതാ ഇനി സദ്യ ടൈമാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ വിഭവമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞു. അതായത് ജിമ്മിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കോലം കണ്ടറിയാം, അത് വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് എനിക്കിനി ഇന്നൊരു ഷൂട്ടുണ്ട് ഡാൻസിൻ്റെ, അപ്പോൾ അതൊക്കെ എടുക്കണം. അപ്പോൾ അതിന് പോകണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓണം നമ്മൾ കോണം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കേട്ടോ നമ്മുടെ ജിമ്മ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസമായി. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. ബൈ.